സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡ് ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. പുതിയ ട്രാൻസ്ഫർ ഓർഡർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയെന്നും തിരുത്തിയില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഈ ബോർഡിനും പങ്കുള്ളതായി സർക്കാർ കണക്കാക്കുമെന്നും മന്ത്രിയുടെ പ്രതികരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിഞ്ഞാന്ന് ഇറക്കിയ സർക്കുലറിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെയൊക്കെ മർമ്മസ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി. ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, കാരണം ദേവസ്വം ബോർഡിന് സ്വതന്ത്ര അധികാരമാണ്. പക്ഷെ എങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോയി. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, എന്താണ് ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം? സ്വാതി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഒരു വിമർശനമാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച പുതിയ ദേവസ്വം ബോർഡ് അധ്യക്ഷനും ഭരണസമിതിയും ഒക്കെ സ്വതന്ത്രമായ ബോഡി എന്നുള്ള നിലയിലാണ് പ്രവർത്തിക്കുന്നത്. UDF സർക്കാരുമായി സഹകരിക്കുന്നില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് മന്ത്രി അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ പ്രതിസ്ഥാനത്തുള്ളവരും ആരോപണ വിധേയരായിട്ടുള്ള ബോർഡിലെ പ്രധാനപ്പെട്ട ജീവനക്കാരും മറ്റുള്ള പ്രധാന പ്രതിനിധികളും അടക്കം ഇപ്പോഴും ആ ബോർഡിന്റെ ഭാഗമായി തുടരുന്നു. അവരെ പുതുക്കിയ ട്രാൻസ്ഫർ ഓർഡർ പ്രകാരം കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡിലെ ട്രാൻസ്ഫറുകൾ നിലവിൽ വരുന്നത്. ആ പുതുക്കിയ ട്രാൻസ്ഫർ ഓർഡറുകൾ പ്രകാരവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലുമാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം മന്ത്രി തന്നെ ആരോപിക്കുന്നത്. ഇത് തിരുത്തണമെന്ന് ബോർഡിനോടും ബോർഡ് പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഈ ബോർഡിനും പങ്കുള്ളതായി കാണുമെന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള വിമർശനം കൂടി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ ഏത് നിലയിലുള്ള സമീപനമായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരാനിരുന്ന് നോക്കിക്കാണേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി ചേർന്നായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടാവുക. ട്രാൻസ്ഫറുകൾ അടക്കമുള്ള കാര്യത്തിൽ അവർ ആ തീരുമാനത്തിൽ നിന്നും തിരുത്തൽ വരുത്തുമോ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കാനുള്ളത്. ഏതായാലും മന്ത്രി അതോടൊപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ബോർഡിനൊപ്പമില്ല. ഈ ട്രാൻസ്ഫറുകൾ സംബന്ധിച്ചുകൊണ്ട് ബോർഡിന്റെ സ്വീകരിച്ച നിലപാട് അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു കർശന നിലപാടിലേക്ക് കൂടി മന്ത്രി എത്തുന്നു. അതോടൊപ്പം തന്നെ സർക്കാരും ഇതേ നിലപാടും UDFും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിയമനങ്ങളിലും ട്രാൻസ്ഫറുകളിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. സ്വാതി.